ഭഗവാനെ, വീട്ടിൻ്റെ വാടക കൊടുക്കണം, CC അടയ്ക്കണം, എന്ത് ചെയ്യും ഭഗവാനെ? ആ പിന്നെ സുല്ലണ്ട പ്രാതോ കാരി വാടേ. ആ വിനോദാ ഇരി. എന്താണ് ബാഗോട്ടൊക്കെ എവിടെയാടേ? ഞാൻ കണ്ണൂർ വരെ ഒന്ന് പോകണം. കണ്ണൂർ? അതെന്തിന്? ജോലിയിൽ ആവശ്യമായിട്ട്. അതിന് നീ ഇവിടെ വന്ന? അല്ലണ്ണാ, ഞാൻ വന്നത് ഞാൻ പ്രശാന്തില്ലേ കുറച്ച് കാശ് കൊടുക്കാറുണ്ട്. എൻ്റെ പൈസ ഒന്നുമില്ല. അണ്ണൻ്റെ കാശ് വയ്ക്കാൻ വന്നതല്ല, കാശ് എൻ്റെ കയ്യിലുണ്ട്. അത് പക്ഷേ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ പോണതിന് മുമ്പ് അവനൊന്ന് കൊടുക്കാൻ വേണം. ഇപ്പൊ എന്ത് ചെയ്യണം? ഓ, ഒരു കാര്യം ചെയ്യും, ഈ പ്രസാദിന്റെ പൈസ കൊടുത്താൽ പോരെ? പ്രസാദിനെ വിളിച്ച് പറ എൻ്റെ ഈ പൈസ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്. പ്രസാദിനൊന്ന് മാറ്റോളം പറ. ഓ ഓ, പിന്നെ ട്രെയിൻ എപ്പോ? ട്രെയിൻ 8:30. 8:30? ഓ, മണി ഇപ്പൊ തന്നെ 8 കഴിഞ്ഞല്ല. വാച്ചില്ലെങ്കിൽ 8 കഴിഞ്ഞതേ. ഓ, നീ വേഗം ചെല്ല്. ദൈവമേ, പണം വിനോദിന്റെ രൂപത്തിൽ അടുത്ത് വന്നു. ചേട്ടൻ ഉണ്ടായിരുന്ന അണ്ണാ നമസ്കാരം. എന്തൊരു ചൂടല്ല അണ്ണാ. ഓ, ട്രാഫിക് ആണെങ്കിൽ അതിനെ കേട്ടിയപ്പോഴാണ്. നീ എന്തിനു പറയണത്? അണ്ണാ പിന്നെ വിനോദ് ഒരു 10,000 രൂപ കൊണ്ടുവന്നില്ലേ? നീ എന്തിനാ കുനുകുന എന്തിനു പറയണത്? അണ്ണാ, നമ്മുടെ വിനോദ് പ്രശാന്തിന് കൊടുക്കാൻ, അതായത് എനിക്ക് തരാൻ ഒരു 10,000 രൂപ എൻ്റെ കൈ കൊണ്ടു തന്നില്ലേ? നീ കഥ കളിക്കാതെ കാര്യം പറയണേ. നീ എന്തോ സംസാരിക്കണമെന്ന് തോന്നുന്നു, പക്ഷെ എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഇന്ന് രാവിലെ ഞാൻ പുതിയ കസേര വാങ്ങിച്ചു, അതിൽ ഇരുന്നതിന് ശേഷം ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. നമ്പർ അടിക്കല്ലേ, വലിയ നമ്പർ എൻ്റെ അടുത്ത് അടിക്കല്ലേ. 10,000 രൂപയാണ്, കളിക്കല്ലേ. ഏയ്, എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ഇരുന്ന് നോക്കണേ. എന്താണ്? നീ ഇരുന്ന് നോക്കണേ, സംശയം ഉണ്ടെങ്കിൽ. വേറെ മനുഷ്യനെ മെനക്കെടുപ്പിക്കാനായിട്ട് ഇരിക്ക്. അതായത് ഞാൻ സംസാരിച്ച് തീരുന്നവരെ ഒരക്ഷരം മിണ്ടിപ്പോവരും. ഇന്നലെ രാത്രിയായി ഒരു 12 ഇടയ്ക്ക് നിന്റെ വീട്ടിൻ്റെ 4ാമത്തെ വീട് സുധാമണിയുടെ വീട്. സുധാമണി വീടിൻ്റെ മതിൽ നീ ചാടിയപ്പം കൂടെ ഞാനും ചാടി, ഒപ്പം ക്യാമറയും. സുധാമണിയുടെ വീട്ടിൻ്റെ അടുക്കള വാതിൽ വഴി നീ അകത്ത് കയറി വന്നപ്പം ബെഡ്റൂമിലെ സീന് ഞാൻ സെൻസർ ചെയ്തു, പക്ഷെ ക്യാമറ സെൻസർ ചെയ്തില്ല. സുധാമണിയുടെ ഭർത്താവിൻ്റെ അടുത്ത് പറയാതിരിക്കണമെങ്കിൽ നീ എനിക്ക് 20,000 രൂപ തരണം. ഞാൻ പറഞ്ഞത് വല്ലതും നീ കേട്ട? അണ്ണാ, അണ്ണൻ പറഞ്ഞത് കറക്റ്റ്. ഈ കസേരയിരുന്ന ഒരു കേൾക്കാൻ പറ്റൂല. അണ്ണൻ ഇതിന് പറഞ്ഞ അണ്ണാ, ഞാൻ ഒന്നും കേട്ടിട്ടില്ല. പിന്നെ ഞാൻ വന്നത് വെറുതെ. പിന്നെ അണ്ണ സുഖമാണല്ലോ? പരമസുഖം. ഞാൻ പോവാണ്. എന്റെ 10,000 സൂക്ഷിച്ചു പോടേ.